കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടി മീഡിയക്കാരുമായി സംസാരിക്കുന്ന കുറേയധികം വീഡിയോകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് ഒന്നിലധികം വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി പറയുന്ന കുറേ കാര്യങ്ങൾ കേട്ടിട്ട് എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഈ കുട്ടി പ്രതികരിക്കുന്ന രീതി, പറയുന്ന വാക്കുകൾ എല്ലാം ഒന്നിനോട് യോജിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേര് അതിൽ പ്രതികരിക്കുകയും ഈ കുട്ടിക്ക് അതിന്റെ പേരിൽ തന്നെ സൈബർ ആക്രമണം ഒരുപാട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഏതായാലും ഭരണം നന്നായിരിക്കണം. അതിനപ്പുറം നമുക്ക് ആർക്കും ഒന്നും തന്നെ വേണ്ട. ഭരണം നല്ലതല്ലെങ്കിൽ ഇതുപോലെ ജനങ്ങൾ പ്രതികരിക്കും. പിന്നെ അവരുടെ പ്രതികരണങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. ഈ UDF സർക്കാർ ഭരണത്തിൽ വന്നിട്ട് 2-3 മാസം മാത്രമേ ആകുന്നുള്ളൂ. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. അതായത് ജിജി ജോൺ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ, ഈ കടലിൽ കാണാതായ ആ അച്ഛൻ്റെ മകളാണ് ജിജി എന്ന് പറയുന്ന ഈ പെൺകുട്ടി. മീഡിയയുമായിട്ട് സംസാരിച്ച ഒന്നിലധികം വീഡിയോകളുണ്ട്. അതെല്ലാം നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിൽ ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. അതൊന്ന് കേട്ട് നോക്കുക. സൈബർ ആക്രമണം നടത്തുന്ന വിഡ്ഢികളോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്കൊരു സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോലും ഇല്ല. എൻ്റെ സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ടിട്ട് ഇന്ന് 7ാം ദിവസം ആരാണോ സർക്കാർ, ആ സർക്കാരിനോടാണ് ഞാൻ ചോദ്യം ചെയ്തത്. കുട്ടി പറയുന്നത്, സൈബർ ആക്രമണം നടത്തുന്ന വിഡ്ഢികളോട് എനിക്കൊന്നും പറയാനില്ല എന്നാണ് ഈ കുട്ടി പറയുന്നത്. ആദ്യം തന്നെ കുട്ടി, ഞാനൊന്ന് പറയട്ടെ, ഈ സൈബർ ആക്രമണം എങ്ങനെയാണ് വന്നത്? ആരും വെറുതെ പോയി ആരെയും അറ്റാക്ക് ചെയ്യില്ല, അല്ലേ? വേറെ 2 പേര് മരിച്ചിട്ട് അവർക്ക് ആർക്കും തന്നെ ഈ സൈബർ ആക്രമണങ്ങൾ അവരുടെ ഫാമിലിക്ക്, ഈ മരിച്ചുപോയ 2 ആൾക്കാരുടെ ഫാമിലിക്കും സൈബർ ആക്രമണം ഇല്ല എന്ന് കരുതി അവർ പ്രതികരിക്കാത്തവരല്ല. അവർ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും എന്താ പറയുക, സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഈ കുട്ടിക്ക് വളരെയധികം, ഓരോ വീഡിയോസിന്റെ താഴെ ചെന്ന് നോക്കിയാൽ അറിയാം എത്രത്തോളം ഈ കുട്ടി സൈബർ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നുള്ളത്. അതിൽ ഈ കുട്ടി വിഡ്ഢികൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. കുട്ടി താങ്കളെ വിമർശിച്ചതാണോ? താങ്കളുടെ സംസാര ശൈലിയെ വിമർശിച്ചതാണോ? ഇവിടെ തെറ്റുപറ്റിയിരിക്കുന്നത് ആർക്കാണ്? കുട്ടിയുടെ അച്ഛൻ കടലിൽ പോയി കാണാതായത് എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവിടെ കുട്ടിക്ക് ഒരു തെറ്റ് പറ്റി. അതായത് ഇവിടെ ഇത്രയധികം സൈബർ ആക്രമണങ്ങൾ കുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരാരാണ്? താങ്കളെ വിമർശിച്ചവരാണോ? എന്തുകൊണ്ടാണ് കുട്ടിയുടെ ഓരോ വീഡിയോസിനടിയിൽ വന്ന് ഓരോരുത്തരും വിമർശിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടായിരിക്കും? കുട്ടി തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാൾ മാത്രമല്ല, ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് ഈ കുട്ടിക്കെതിരായിട്ട്. അപ്പോൾ ഇവിടെ കാരണക്കാര്, വെറുതെ ഇരുന്ന് ഒരാളെ വിമർശിക്കില്ല. ഒന്നിലധികം ആൾക്കാർ വിമർശിക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്വയം ഒന്ന് ചിന്തിക്കണം, എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കണം. ഇവിടെ താങ്കളുടെ പ്രതികരണത്തിൽ അസംതൃപ്തി തോന്നിയിട്ട് ആളുകൾ വിമർശിച്ചു. അതെങ്ങനെയാണ് തെറ്റാവുക? താങ്കളുടെ വിമർശനത്തിൽ അസംതൃപ്തി നേരിട്ട് ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വിഡ്ഢികൾ എന്ന് സംബോധന ചെയ്തുകൊണ്ട് അതിൽ വിമർശിച്ചവർ മാറുമെന്നാണോ താങ്കൾ ചിന്തിക്കുന്നത്? ആരും മാറാൻ പോകുന്നില്ല. അവർക്ക് തോന്നിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ താങ്കളുടെ വിമർശനത്തിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞു. അതിനെ അവരെ വിമർശിച്ചിട്ട് കാര്യമില്ല. എല്ലാവർക്കും വിമർശിക്കാനും എന്താ പറയുക, തെറ്റുകൾ കണ്ട പ്രതികരിക്കാനുള്ള അധികാരവും അവകാശവും ഉള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവരെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല. മാറ്റം വരേണ്ടത് കുട്ടിക്കാണ്. കുട്ടിയുടെ സംസാര ശൈലി, അതിൽ മാറ്റം വരുത്തൂ. അല്ലാതെ വിമർശിക്കുന്നവരെ വിഡ്ഢികൾ എന്ന് വിശേഷിപ്പിച്ചത് കൊണ്ട് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല അവരിലൊരു മാറ്റം. അവർ കൂടുതൽ താങ്കളെ ആക്രമിക്കത്തേ ഉള്ളൂ, കൂടുതൽ താങ്കളെ വിമർശിക്കത്തേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയൂ. ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. 1-2 വീഡിയോയിൽ അച്ഛനിങ്ങനെ പോയി ഇങ്ങനെ കാണാതായിട്ട് ഇത്ര ദിവസമായി എന്ന് പറയുന്നതല്ലാതെ കുട്ടിയുടെ ആവശ്യം വ്യക്തമായിട്ട് ഒരു വീഡിയോയിലും പറയുന്നില്ല. കുട്ടിയുടെ ആവശ്യം എന്താണോ അത് എത്തിക്കൂ, ജനങ്ങളിലേക്ക് എത്തിക്കൂ, അല്ലെങ്കിൽ അധികാരികളിലേക്ക് എത്തിക്കൂ. കറക്റ്റായിട്ട് ആവശ്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ, വിമർശിക്കേണ്ട അല്ലെങ്കിൽ പറയേണ്ട രീതിക്ക് അത് പറഞ്ഞ് ആൾക്കാരിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇത്രത്തോളം കുട്ടി ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് പോലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും കൂടുതൽ വ്യക്തമായ ഭാഷയിൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് അറിയിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുട്ടി തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടിരുന്നെങ്കിൽ ഇത്രത്തോളം സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരില്ലായിരുന്നു. ഇതിപ്പോൾ ആർക്കും മനസ്സിലാവാത്ത രീതിയിലാണ് ഈ കുട്ടി കുറേയധികം. കാരണം ഈ കുട്ടിയുടെ അച്ഛനെ കാണാതായിട്ട് ഇത്ര ദിവസമായി.
അത് പറയുന്നതിന് അപ്പുറം അല്ലെങ്കിൽ കുട്ടിയുടെ ആവശ്യം മുന്നോട്ട് വെക്കാതെ പകരം ഒരു രാഷ്ട്രീയം മുന്നിലേക്ക് വെച്ച് സംസാരിക്കുന്നത് പോലെയാണ് എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലായിട്ടുള്ളത്. അങ്ങനെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. കാരണം കുട്ടിയുടെ അച്ഛനെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അതിന് തെരച്ചിൽ നടത്തണം എന്നതിലുപരി ഒരു രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തെ കുറ്റപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് കുട്ടി സംസാരിച്ചത്. അപ്പൊ അതാരാണ് തെറ്റുകാരൻ? എവിടെയാണ് തെറ്റുപറ്റിയത്? ഇവിടെ ഈ കുട്ടി പറയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. അത് ഞാനിവിടെ വീഡിയോ പ്ലേ ചെയ്യാം. അച്ഛനെ നഷ്ടപ്പെട്ടിട്ട് ഇന്ന് 7ാം ദിവസം ആരാണോ സർക്കാർ, ആ സർക്കാരിനോടാണ് ഞാൻ ചോദ്യം ചെയ്തത്. ആ സർക്കാരിൽ തലപ്പത്തിരിക്കുന്നവർ വിവരമില്ലാതെ ഉത്തരം പറയുമ്പോൾ, അധിക്ഷേപിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ ഞങ്ങൾ ചോദ്യം ചോദിക്കണ്ടേ? അതിനുള്ള മറുപടിയായിട്ട് നിങ്ങളുടെ കോൺഗ്രസിന്റെ ഹാൻഡിലുകളിൽ നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ എന്ത് പറഞ്ഞോട്ടെ, ഇത് വിഷയം തെന്നി മാറ്റിക്കാനുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെ കോസ്റ്റൽ കമ്മ്യൂണിറ്റിക്ക് വരുത്തേണ്ട ഡെവലപ്മെന്റിനെ തെന്നി മാറ്റിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ ഈ ഒരു ഫോക്കസിനെ, ഈ ഒരു അന്വേഷണത്തിനെ മാറി മറിപ്പിക്കാനുള്ള ചില വിട്ടി തന്ത്രങ്ങളായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അതവിടെ തന്നെ കയ്യിലിരുന്നോട്ടെ, ഇവിടെ ഒന്നും വരത്തില്ല, ഇവിടെ ഒന്നും ഏൽക്കത്തില്ല. ഓക്കെ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മുഖ്യമന്ത്രിയുടെ ആ ഒരു പരാമർശം നിങ്ങളെ ഏറെ വിഷമിപ്പിച്ചു? തീർച്ചയായും വിഷമിപ്പിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം മാപ്പ് പറയണമെന്ന് ഞാൻ പറഞ്ഞത്. ഇന്നും ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം മാപ്പ് പറഞ്ഞേ പറ്റൂ. ഒരു കമ്മ്യൂണിറ്റിയാണ് അദ്ദേഹം ആക്ഷേപിച്ചത്. മുഖ്യമന്ത്രിക്ക് കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിന്റെ വോട്ട് വേണം, പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. അതെങ്ങനെ ശരിയാവും? മുഖ്യമന്ത്രിയെ ഞങ്ങൾ അവിടെ പിടിച്ചിരുത്തിയെങ്കിൽ അവിടെ പിടിച്ച് ഇറക്കാനുള്ള റൈറ്റ്സും ഞങ്ങൾക്കുണ്ടെന്നുള്ളത് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. ഇമാതിരി ലൈസൻസ് ഇല്ലാത്ത രീതിയിലല്ല നിങ്ങൾ പ്രതികരിക്കേണ്ടത്. ഒരു വ്യക്തമായിട്ടുള്ള മറുപടി വരണം. ഒരാൾക്കാരുടെ ജീവനാണത് അപകടത്തിൽ കിടക്കുന്നത്. അപ്പം അവർ ചോദിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം, അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കണം. ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോകണം മിസ്റ്റർ. ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോവുക തന്നെ വേണം. അതിന് ആൾക്കാരെ നെഗ്ലക്ട് ചെയ്തുകൊണ്ടുള്ള മറുപടിയല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനെല്ലാം നിങ്ങൾ അവിടെ പിടിച്ച് ഞങ്ങളുടെ വേലക്കാരായി ഞങ്ങൾ ഇരുത്തിയിരിക്കുന്നത്. യു ആർ ദ പബ്ലിക് സർവൻറ്റ്. ആ സെർവ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കും, വീണ്ടും ചോദിക്കും. അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പിൽ നിന്നും മന്ത്രിയിൽ നിന്നും യാതൊരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നാണല്ലേ ആരോപണം? തീർച്ചയായും. ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരെന്ന് പോലും എനിക്കറിയില്ല. പേരറിഞ്ഞൂടെന്നല്ല, അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടുമില്ല. ഈ 7 ദിവസമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരിടത്ത് അദ്ദേഹം വിളിച്ച് അന്വേഷിച്ചെന്നോ, അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എന്നെ അങ്ങനെ ആരും വിളിച്ച് അന്വേഷിച്ചിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിനെ അതിന് ഒന്നൊന്ന് കോൺടാക്ട് ചെയ്യാൻ പോലും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇതായിട്ട് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം എറണാകുളത്ത് എവിടെയുള്ള ആളാണ്. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. ബട്ട് ഫിഷറീസിനെയോ അല്ലെങ്കിൽ ഓഷൻ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി യാതൊരു വിവരവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഇതാണ് കുട്ടി പ്രതികരിക്കുന്ന രീതി. ഇവിടെ കുട്ടിയുടെ ആവശ്യം മുഖ്യമന്ത്രി മാപ്പ് പറയണം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് കുട്ടി മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇവിടെ ഞാൻ മറ്റൊരു വീഡിയോയും കൂടെ പ്ലേ ചെയ്യാം, അത് കേട്ട് നോക്കാം. നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. 10 വർഷം നിങ്ങൾ ഇരുന്നിട്ട് നമ്മുടെ ഈ എന്ത് സൗകര്യമാണ് നിങ്ങൾ നമ്മൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്തു തന്നതെന്നുള്ളൊരു ശക്തമായ ചോദ്യം ഞാൻ ഇവിടെ വന്ന പലരോടും ഞാൻ ചോദിക്കുകയുണ്ടായി. കാരണം ഈ 10 വർഷത്തിനിടയ്ക്ക് ഈ പുലിമുട്ടിൽ മണ്ണ് വന്ന് മൂടിക്കിടക്കുന്ന ഒരവസ്ഥ, അത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ അത് ട്രെഡ്ജിങ്, വർഷാവർഷം നടക്കേണ്ട ട്രെഡ്ജിങ് 5 വർഷത്തിലോ അല്ലെങ്കിൽ 10 വർഷത്തിലൊരിക്കലോ പോലും നടന്നിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ആ ഒരു ഭാഗത്തുണ്ടാവുന്ന കടൽ വീഴ്ചയാണ് നമ്മുടെ വള്ളങ്ങൾ കയറി ചെല്ലുമ്പോൾ ആ കടൽ ഒടിഞ്ഞ് വള്ളങ്ങളിലേക്ക് വീണിട്ടുണ്ടാകുന്ന അപകടമാണ് ഏറ്റവും കൂടുതലെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പൊ അത് കഴിഞ്ഞുപോയ സർക്കാരിന്റെ അവരുടെ ഒരു നിരുത്തരവാദിത്വപരമായ ഒരു രീതി കൊണ്ടാണ് നമുക്ക് അപകടം. ഇപ്പൊ വന്നവരെ നമ്മൾ അധികം കുറ്റപ്പെടുത്താം. അതായത് ഈ സാഹചര്യം അവർ കയറിയിട്ട് 3 മാസം ആവുന്നുള്ളൂ, പക്ഷെ ഇരുന്നവരും നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ഒരു പ്രയാസം നമുക്ക് വളരെയധികം ഉണ്ട്. കാരണം 10 വർഷം ഇരുന്നവർക്കൊന്നും ചെയ്ത്, അതായത് നമ്മളുടെ മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളതല്ല, അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോലും ഒന്നും ചെയ്യാൻ വേണ്ടുന്ന ഒരു പ്രവർത്തനവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ മാറി മാറി വരുന്ന എല്ലാ ഗവൺമെന്റുകളെയും നമ്മൾ കുറ്റപ്പെടുത്തുകയാണ്. കാരണം ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഒരു ആപത്ത് വന്നതിന് ശേഷം മാത്രം മാറി നിന്നിട്ട് അവരെ കുറ്റം പറയുന്ന, അല്ലെങ്കിൽ ഇവര് മാറി നിന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു രീതിയോട് മാനസികമായിട്ട് നമുക്ക് ഒത്തുപോകാൻ കഴിയുന്നില്ല. കാരണം ഇതാണ് തെറ്റ്, ആരുടെ ഭാഗത്തു നിന്നാലും തെറ്റെന്ന് പറയാനുള്ള ഒരു ആർജവം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, കഴിഞ്ഞ 10 വർഷം ഇരുന്നവരും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നത് വാസ്തുതാപരമായ ഒരു കാര്യം തന്നെയാണ്. ഞാനത് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പൊ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തവരെയും നമ്മൾ ഈ അവസരത്തിൽ കുറ്റപ്പെടുത്തുക തന്നെയാണ്
അപ്പോൾ രണ്ടു കൂട്ടരും നമ്മളോട് ചെയ്യുന്നത്, അതായത് മത്സ്യത്തൊഴിലാളികളോട് ചെയ്യുന്ന ഒരു അവഗണന നമ്മളത് പുറം ലോകത്തെ അറിയിക്കുകയാണ്. ഇവിടെ മകനെ നഷ്ടപ്പെട്ട ഒരമ്മയാണ്, അതും സെയിം ഇവരുടെ രണ്ടുപേരുടെ ആവശ്യങ്ങൾ. ഇനി ഒരു വീഡിയോ കൂടെ ഉണ്ട്, അത് ഞാൻ പ്ലേ ചെയ്യാം. ഇവരുടെ 3 പേരുടെയും ആവശ്യങ്ങൾ ഒന്ന് തന്നെയാണ്, പക്ഷേ പ്രതികരണ ശൈലി വ്യത്യസ്തമാണ്. എല്ലാവരും ഇപ്പോൾ ഒരേപോലെ പ്രതികരിക്കണമെന്ന് പറഞ്ഞ് നടക്കില്ല, എങ്കിലും ഭാഷയിൽ വ്യത്യാസം വരുത്താം. ഇവിടെ ഈ അമ്മ വളരെ കൃത്യമായിട്ട്, വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ വ്യക്തവും വിവേകത്തോടും കൂടിയാണ് സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താ പറയുക, എല്ലാവരും എന്താ പറയുക, അതുകൊണ്ട് അവർക്ക് വളരെയേറെ വ്യക്തമായിട്ട്, നല്ല രീതിയിൽ വ്യക്തമായിട്ടാണ് അവർ സംസാരിച്ചിരിക്കുന്നത്. ഇതുമാത്രമല്ല, ഈ അമ്മേൻ്റെ വേറെ കുറേ വീഡിയോസും ഉണ്ട്. അതിൽ ഈ അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണ് വളരെ കൃത്യമായിട്ട്, കറക്റ്റായിട്ട് ആ കാര്യങ്ങൾ അധികാരികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അമ്മയുടെ പ്രതികരണം കൊണ്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ അധികാരപ്പെട്ടവർ അവർക്ക് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റീസും കൊടുത്ത് അവർ ആവശ്യപ്പെട്ട പ്രകാരം തന്നെ ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരിക്കലും മാറി വരുന്ന ഗവൺമെൻറ് എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപടി താഴെയായിരിക്കാം, കുറച്ച് അങ്ങനെ ഒരു അല്ലാതെ ജനങ്ങളുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ ഇതൊന്നും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റും ഇതുവരെ വന്നിട്ടില്ല, ഇനിയൊട്ട് വരാനും പോകുന്നില്ല. അപ്പോൾ അവർ നമ്മളെ എന്താ പറയുക, അറിയുന്നില്ലെങ്കിൽ നമ്മൾ വിവേകത്തോടും ബുദ്ധിയോടും കൂടി പ്രവർത്തിച്ച് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കണം, അല്ലേ? അവർക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നമ്മളുടെ മേൽ ഒരു ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ അത് നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യം. ഏത് രീതിയിലെന്നുള്ളത് നമ്മൾ വിവേകത്തോടെ ചിന്തിച്ച് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം ഇവിടെ ആവശ്യക്കാർ നമ്മളാണ്. നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നമ്മളത് ബുദ്ധിപരമായിട്ടും വിവേകപരമായിട്ട് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനിയും ഞാൻ വേറൊരു വീഡിയോ കൂടി ഇവിടെ പ്ലേ ചെയ്യും. പറഞ്ഞാ പോരാ, നടക്കണം. 8 ദിവസമായല്ലോ, എന്തോ നടന്ന പറഞ്ഞാ മതിയാ, വാ കൊണ്ട് പറഞ്ഞാ മതിയാ. കടലിറങ്ങി നോക്കണ്ടേ? ഞങ്ങൾക്ക് ഇതുവരെ എത്തില്ലല്ലോ, എന്റെ ചേട്ടൻ ഇവിടെ എത്തിയില്ലല്ലോ. അവര് തിരക്കണം, അവരെല്ലാ എല്ലാ സംവിധാനങ്ങളും എടുത്ത് എല്ലാം തിരക്കണം. തിരക്കി എന്റെ സീൻചേട്ടനെ കണ്ടെത്താൻ വേണ്ടി അവരെന്നെ തിരക്കണം. ഞാൻ പുഴയിൽ പോയിട്ടാണ് വന്ന, എന്റെ സീൻചേട്ടൻ അവിടെ കടന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടാണ് വന്ന. അവിടെ തെരച്ചിലൊന്നും നടക്കുന്നില്ല. ഇവിടെ ഒരു പ്രതികരിക്കുന്നുണ്ട്. എനിക്ക് ഈ സഹോദരിയുടെ ഭർത്താവാണ് കാണാതായിട്ടുള്ളത്. ഇന്ന് 10 ദിവസമായി. ഇവർ 3 പേരും ഒരേ ദുഃഖിതര. അതായത് ഇവരുടെ 3 പേരുടെ ആവശ്യങ്ങൾ ഒന്ന് തന്നെയാണ്. അതായത് ജിജി ജോണിന് നഷ്ടപ്പെട്ടത് അവളുടെ പെൺകുട്ടിയുടെ അച്ഛൻ, മറ്റൊരമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് അവരുടെ മകൻ, ഈ സഹോദരിക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ഹസ്ബൻഡ്. അപ്പൊ ഈ 3 പേർക്കും ഒരേ നഷ്ടങ്ങളാണ്, അല്ലെങ്കിൽ ഒരേ സംഭവങ്ങളാണ് പറയാനുള്ളത് ഗവൺമെന്റിന്റെ അടുത്ത്. പക്ഷെ ഈ ഒരാൾ പ്രതികരിച്ചത് മാത്രമാണ് വ്യത്യസ്തമായ രീതിയിൽ പോയത്. മറ്റു 2 പേരും അവർക്ക് നഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അവർ 2 പേരും പ്രതികരിച്ചത് വളരെ ശാന്തമായും അവർ വളരെ വ്യക്തമായിട്ട് അതിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് ആവശ്യങ്ങൾ എന്താണെന്ന് പറയുന്നുണ്ട്. ഭയങ്കര അവര് താണു വീണ് ഞങ്ങളെ രക്ഷിക്കണം, അല്ല ഞങ്ങൾക്ക് ഇത് ചെയ്തു തരണമെന്നൊന്നും ആരുടെയും കാലിൽ വീണിട്ടല്ല. അവര് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അതിൽ വളരെയധികം ശക്തമായിട്ടാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രതികരണത്തിന്റെ രീതികളാണ് ഓരോരുത്തരും എടുത്ത് വിമർശിച്ചത്. അതിനെ കുറ്റം പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇനിയും പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ അടുത്താണ്, അല്ലെ ബഹുമാനപ്പെട്ട അധികാരികളോടാണ്. അവർ കടലിന്റെ മക്കളാണ്. 2018 മുതൽ പ്രളയം നേരിട്ടപ്പോൾ കൂടെ നിന്ന് സ്വന്തം ജീവൻ പോലും നോക്കാതെ ഓരോ ജില്ലകളിലും ചെന്ന് അവരുടെ വള്ളങ്ങളായിക്കോട്ടെ എല്ലാം അവരുടെ തന്നെ സ്വന്തം മുന്നോട്ട് വന്ന് എല്ലാവർക്കും വേണ്ടുന്ന സഹായങ്ങൾ അവരുടെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരെയും രക്ഷിച്ചതാണ്. എന്താ പറയാ, നമ്മുടെ കേരളത്തിൽ 2018 മുതൽ പ്രളയത്തിന്റെ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. അപ്പോഴെല്ലാം നമ്മോടൊപ്പം എല്ലാവരോടും ഒപ്പം നിന്ന് അവരവരുടെ മാക്സിമം ഹെൽപ്പ് ചെയ്തവരാണ്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അവരെയും കാണാതെ, അവരെയും കണ്ടില്ല എന്ന് നടിക്കാതെ അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ നിമിഷത്തിലല്ലായിരുന്നു അവർക്ക് ചെയ്തു കൊടുക്കേണ്ടിയിരുന്നത്. കാരണം ചിലപ്പോൾ അവർ പറഞ്ഞ ആ നിമിഷത്തിൽ തന്നെ നിങ്ങൾ അത് റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ 3 ജീവനുകൾ നഷ്ടപ്പെടാതെ ഇന്നും അവർക്കൊപ്പം അവരുടെ കുടുംബാംഗങ്ങൾ ഉണ്ടാവുമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർ അവരോടൊപ്പം ഉണ്ടാവുമായിരുന്നു. ഈ ഒരു അവസ്ഥ അവർക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു. അതുകൊണ്ട് സിസ്റ്റം
ഫെയിലിയർ ആയത് തന്നെയാണ് പ്രശ്നം. അവര് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം നിങ്ങൾ അധികാരികളാണ്. നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അവിടെ നിങ്ങൾക്ക് ആ കസേര തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാരമളക്കാനല്ല നിങ്ങളെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. നിങ്ങൾ ജനങ്ങളുടെ ഉത്തരവാദിത്വം, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവർക്ക് വേണ്ടുന്ന എന്താണ്, അവർ പറയാതെ തന്നെ നിങ്ങൾ കണ്ടറിഞ്ഞ് അവരെ മനസ്സിലാക്കി ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി നിന്ന് പ്രവർത്തിക്കുക. എങ്കിൽ മാത്രമേ ഇനി മുമ്പോട്ടുള്ള ഭരണവും കൂടെ നിങ്ങൾക്ക് എന്താ പറയുക, എങ്കിൽ മാത്രമേ ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ.